ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ടു ആർഎൻ. കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നഴ്സിംഗ് റിസർച്ചിനെ പറ്റിയാണ്. കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വീഡിയോയ്ക്ക് വളരെ നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നഴ്സിംഗ് റിസർച്ച് വളരെ വലിയൊരു ടോപ്പിക്കാണ്. ആ ഒരു വലിയ ടോപ്പിക്കിലേക്ക് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി പെട്ടെന്ന് തന്നെ കടന്നു ചെല്ലാം. എങ്കിൽ മാത്രമാണ് ഈ ഒരു വലിയ ടോപ്പിക്കിലെ പ്രോബബിൾ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്ക് ചാപ്റ്റർ വൈസ് പഠിക്കാനും ചാപ്റ്റർ വൈസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് കംപ്ലീറ്റ് സിലബസിലൂടെ ഒന്ന് ഓടിച്ച് നമുക്കൊന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് റിസർച്ച് ആൻഡ് റിസർച്ച് പ്രോസസ് ആണ്. അതിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ റിസർച്ചിന്റെ ഡെഫിനിഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈ റിസർച്ചിന്റെ ഡെഫിനിഷൻ 2 തവണ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റിസർച്ചിന്റെ ഡെഫിനിഷൻ പല ഡെഫിനിഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡെഫിനിഷൻ ഇതാണ്. റിസർച്ച് ഇസ് ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് പ്രോസസ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ഫാക്ട്സ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാക്ട്സ്. അതായത് ചില ഫാക്ട്സിനെ പറ്റി അതിന്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നതിന്, ഫാക്ട്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് റിസർച്ച്. അത് കൂടാതെ തന്നെ ഇറ്റ് ഇസ് ആൻ ആക്ടിവിറ്റി ഇൻവോൾവ് ഇൻ സീക്കിംഗ് ആൻസേഴ്സ് ടു അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ്. അതായത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് പ്രോസസ്സാണ് റിസർച്ച്. ഈ റിസർച്ച് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നഴ്സിംഗ് റിസർച്ച്. നഴ്സിംഗ് റിസർച്ചിന്റെ ഡെഫിനിഷനും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എസ്എ ക്വസ്റ്റ്യൻസിന്റെ ഫസ്റ്റ് പാർട്ടായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ എടുക്കുന്ന ഡെഫിനിഷൻ ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് 1986 എടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. Nursing research is a way to identify new knowledge, improve professional education and practices and use of resources effectively. ഇതിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, nursing resources used to identify new knowledge, improve professional education and practices, and third one is to use resources effectively. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നഴ്സിംഗ് റിസർച്ച് ഉപയോഗിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നീഡ് ആൻഡ് പർപ്പസ് ഓഫ് നഴ്സിംഗ് റിസർച്ച്. നീഡ്, വാട്ട് ഇസ് ദ നീഡ് ഓഫ് എ നഴ്സിംഗ് റിസർച്ച്? എന്താണ് നഴ്സിംഗ് റിസർച്ചിന്റെ ആവശ്യകത? നഴ്സിംഗ് റിസർച്ച് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, ഹെൽത്ത് കെയർ സർവീസസിന്റെ ഡെലിവറി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, നഴ്സസിന് കറക്റ്റ് ആയിട്ടുള്ള സയന്റിഫിക് നോളജ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി, എവിഡൻസ് ബേസ്ഡ് നഴ്സിംഗ് പ്രാക്ടീസ് ആൻഡ് എവിഡൻസ് ബേസ്ഡ് ഗൈഡ് ലൈൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയും എല്ലാം നമുക്ക് നഴ്സിംഗ് റിസർച്ച് ആവശ്യമാണ്. ഒരു ഹെൽത്ത് കെയറിൽ ഉണ്ടാകുന്ന പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനായിട്ടും അതുവഴി നഴ്സിംഗ് ടെക്നിക്സ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, മെഡിക്കേഷൻ എറേഴ്സ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് നഴ്സിംഗ് റിസർച്ച് ആണ്. ഇപ്പം നമ്മൾ കണ്ടത് നഴ്സിംഗ് റിസർച്ചിന്റെ ആവശ്യകതയാണ്. ഇനി അടുത്തത് പർപ്പസ് ആണ്. പർപ്പസ് ഓഫ് നഴ്സിംഗ് റിസർച്ച് സെയിം തന്നെയാണ്. നീഡും പർപ്പസും അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾറെഡി നമ്മുടെ മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് റിസർച്ച് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനും പേഷ്യന്റ് സേഫ്റ്റിയും കൂട്ടുന്നതിന് വേണ്ടി, നഴ്സിംഗ് ഹെൽത്ത് കെയറിനുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി, നഴ്സസിന്റെ പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടി, ഹെൽത്ത് കെയർ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി, ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, നഴ്സിംഗ് സയൻസും അതുപോലെ തന്നെ മെഡിക്കൽ സയൻസും ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നഴ്സിംഗ് റിസർച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് നീഡ് അല്ലെങ്കിൽ പർപ്പസ് എന്നീ പോയിന്റ്സിന്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിസർച്ച്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിസർച്ച് വളരെ 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 പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏകദേശം 6 തവണയോളമാണ് എടുത്തെടുത്ത് ചോദിച്ചിരിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിസർച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 10 പോയിന്റ്സ് എങ്കിലും മിനിമം നിങ്ങൾക്ക് എഴുതാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും അറിഞ്ഞിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിസർച്ചിന്റെ അണ്ടറിൽ ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിസർച്ച്, ഇറ്റ് ഷുഡ് ബി an orderly and systematic process. അത് സിസ്റ്റമാറ്റിക്കലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കണം. സെക്കൻഡ് വൺ, ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എ കറന്റ് പ്രൊഫഷണൽ ഇഷ്യൂ. ഇപ്പം നിലവിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കണം ഈ നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്ന ഒരു റിസർച്ച്. അതുപോലെ തന്നെ ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള പർപ്പസ് ഇതിന് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ നോളജ് എക്സ്പാൻഡ് ചെയ്യുന്നതിന്, ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം ഈ റിസർച്ച്. അതുപോലെ തന്നെ തിയറികൾ, നമ്മുടെ മനസ്സിൽ ഒരു ഹൈപ്പോത്തിസിസോ തിയറി ഉണ്ടായിരിക്കും. ആ തിയറി ടെസ്റ്റ് ചെയ്യുന്നതിനും അത് നമ്മൾ കൃത്യമായിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ റിസർച്ച് നമുക്ക് ഉപയോഗപ്രദമായിരിക്കണം. നമ്മുടെ മനസ്സിലൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതായിരിക്കണം ഈ റിസർച്ച്. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് എംപിരിക്കൽ ആയിട്ടുള്ള എവിഡൻസുകൾ ജനറേറ്റ് ചെയ്യുന്നതിനും ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനും ഈ റിസർച്ച് ഹെൽപ്ഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു കൃത്യമായ ഒബ്ജക്റ്റീവും ഒരു ലോജിക്കൽ പ്രോസസ്സും ഈ റിസർച്ചിന് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രൊഫഷണൽ പ്രാക്ടീസുകൾ ഇംപ്രൂവ് ചെയ്യുന്നതിനും റിഫൈൻ ചെയ്യുന്നതിനും ഇതിൽ നിന്നുള്ള ഫൈൻഡിങ്സ് ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെ കൃത്യമായ ഒരു മെത്തഡോളജി ഉണ്ടായിരിക്കണം, പ്രോപ്പറായ ഒരു സാമ്പിൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കൃത്യമായ ഡേറ്റാസിന്റെയും മെത്തഡോളജീസിന്റെയും യൂസ് ഇതിലുണ്ടായിരിക്കണം.
പിന്നെ കൃത്യമായ ഡാറ്റ കളക്ഷൻ ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം, കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും സാധിക്കണം, അതുപോലെ തന്നെ ആഡിക്വേറ്റ് റിസർച്ചും സ്റ്റാറ്റിസ്റ്റിക്സും ഇതിൽ ഉപയോഗിക്കണം, പിന്നെ പ്രോപ്പറായിട്ട് റിസർച്ചറുടെ എക്സ്പെർട്ടീസും ഇൻട്രസ്റ്റിനും അനുസരിച്ചായിരിക്കണം ഇത് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകുക. ഇതിൽ പ്രധാനപ്പെട്ട 10 പോയിന്റ്സ്, ഇതിൽ ഏതെങ്കിലും 10 പോയിന്റ്സ് എടുക്കുക, ഈ 10 പോയിന്റ്സിനെ പറ്റി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതോടുകൂടി ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിസർച്ച് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു ആൻസർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത് നമ്മൾ കാണുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റെപ്സ് ഇൻ എ റിസർച്ച് പ്രോസസ്. സ്റ്റെപ്സ് ഇൻ എ റിസർച്ച് പ്രോസസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ്സിനെ പറ്റിയും ക്വാളിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ്സിനെ പറ്റിയാണ്. അതിനു മുന്നേ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ് എന്നും എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ്, ക്വാണ്ടിറ്റേറ്റീവ് എന്ന പേര് പറയുന്നത് പോലെ തന്നെ അത് ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന റിസർച്ച് മെത്തഡോളജിയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ക്വാളിറ്റി നമുക്ക് അളക്കാൻ പറ്റത്തില്ല, ക്വാളിറ്റി കനോട്ട് ബി മെഷേർഡ് അല്ലേ, അത് അളക്കാൻ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതുപോലെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചും. ക്വാളിറ്റേറ്റീവ് റിസർച്ച് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഒരു കൊഹോർട്ടിന്റെ ഫീലിംഗ്സോ എക്സ്പീരിയൻസോ ബിലീഫോ ഒക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിന് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഈ ക്ലാസ് കൂടുന്ന നിങ്ങളെ ഞാൻ ഈ എക്സാമ്പിളിൽ ഉൾപ്പെടുത്തുകയാണ്. ഈ ക്ലാസ് കൂടുന്ന നിങ്ങളുടെ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം എന്ത്? ആ അഭിപ്രായം നമ്മൾ ചോദിക്കുകയാണ്. അതായത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരുന്നോ, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്നത്. നിങ്ങൾ ഈ ക്ലാസ് എൻജോയ് ചെയ്തോ, ഏതൊക്കെ പ്രോബ്ലംസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്തത്? പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലേക്ക് വരുന്ന സമയത്ത് ഈ ക്ലാസ് കൂടിയ എത്ര പേർക്ക് ഈ ക്ലാസ് ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് തന്നു, അതിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്ത് ആ റിലേഷൻഷിപ്പ് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ നെഗറ്റീവ് എക്സ്പീരിയൻസ് എത്ര പേർക്ക് കിട്ടി, അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പോൾ നമ്മുടെ ഈ റിസർച്ച് പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ്സും ക്വാളിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ്സും എഴുതിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഉത്തരം കൃത്യമായിട്ട് മുഴുവനായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റുകയുള്ളൂ. റിസർച്ച് പ്രോസസ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ് എന്നും ക്വാണ്ടിറ്റേറ്റീവ് ഡിസൈൻ എന്നും പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ് എന്നും പറഞ്ഞ് സെപ്പറേറ്റ് എസ്ഐ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ പറ്റി ചോദിക്കുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ ആ ഒരു പ്രോസസ് ഫ്ലോ നമ്മൾ ഈ കാണിക്കുന്ന ഫ്ലോ ഡയഗ്രാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വരയ്ക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചോദിക്കുമ്പോഴും അതിന്റെ ഫ്ലോ ഡയഗ്രാം ഉൾപ്പെടുത്തിക്കൊണ്ട്, ഈ ഒരു ഫ്ലോ ഡയഗ്രാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ ആൻസേഴ്സ് എഴുതാനായിട്ട്. ഇനി നമുക്ക് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ്സിന്റെ ഡിഫറൻസ് പെട്ടെന്നൊന്ന് കണ്ടുപോകാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഒരു വ്യക്തികളുടെ ഫീലിംഗ്സ് അല്ലെങ്കിൽ ഒപ്പീനിയൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അത് പ്രധാനമായിട്ടും ഇന്റർവ്യൂസിലൂടെയും ഡിസ്കഷൻസിലൂടെയും ഒക്കെയാണ് ആ ഒരു സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി സാമ്പിൾ സൈസ് എപ്പോഴും ചെറുതായിരിക്കും. ഇനി ഇതൊരു ഫ്ലെക്സിബിൾ റിസർച്ച് പ്രോസസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇനി നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും നമ്പേഴ്സ് അല്ലെ മെഷർമെന്റ് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് നമ്പേഴ്സും മെഷർമെന്റ്സും ഉൾപ്പെടുത്തിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർവേയോ ടെസ്റ്റോ ഒക്കെ ഈ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് ആവശ്യമാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമുക്ക് ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ഉണ്ട്. അതുപോലെ തന്നെ പൈലറ്റ് ടെസ്റ്റും ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ ഭാഗമാണ്. സാമ്പിൾ സൈസ് പൊതുവെ വലുതാണ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലേക്ക് വരുമ്പോഴേക്കും. അടുത്ത ടോപ്പിക്കാണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. ഈ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ഇൻ നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, പക്ഷേ ഇത് വരാൻ സാധ്യതയുള്ള ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ ജേർണൽസിൽ നിന്ന്, നഴ്സിംഗ് ജേർണൽസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഡേറ്റ നമ്മൾ സോർട്ട് ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനിലൂടെ നമ്മുടെ നഴ്സിംഗ് പ്രാക്ടീസ് ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്ന പേരാണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ഇൻ നഴ്സിംഗ്. ഇത് വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റെപ്സും പർപ്പസും ബാരിയേഴ്സും എല്ലാം വായിച്ചിട്ട് മാത്രമേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. നമ്മുടെ സിലബസ് പ്രകാരം അടുത്ത ടോപ്പിക്കാണ് റിസർച്ച് പ്രോബ്ലം ഓർ റിസർച്ച് ക്വസ്റ്റ്യൻ. ഇതിലേക്ക് വരുമ്പോൾ തന്നെ റിസർച്ച് പ്രോബ്ലം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിസർച്ച് പ്രോബ്ലത്തിലേക്ക് കടക്കുമ്പോൾ റിസർച്ച് പ്രോബ്ലത്തിന്റെ ഡെഫിനിഷൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു റിസർച്ചർ കണ്ടുപിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ അയാൾ സോൾവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രശ്നം, അതാണ് ശരിക്കും റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. അടുത്ത ഈ ഒരു സെക്ഷനിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് എ ഗുഡ് റിസർച്ച് പ്രോബ്ലം. ഇത് ഏകദേശം 3 വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ റിസർച്ച് ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗുഡ് റിസർച്ച് പ്രോബ്ലത്തിന്റെ ക്രൈറ്റീരിയ എന്താണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിസർച്ച് പ്രോബ്ലം എന്നും ഒക്കെ നമുക്ക് പല രീതിയിൽ ചോദ്യം വരാം.
What are the criteria for selecting a good research problem? First one is, it should be significant to nursing profession. നമ്മൾ നഴ്സിംഗ് റിസർച്ച് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടതും നഴ്സിംഗ് പ്രൊഫഷന് പ്രാധാന്യം നൽകുന്നതുമായിട്ടുള്ള ഒന്നായിരിക്കണം ഈ ഒരു നമ്മുടെ നഴ്സിംഗ് റിസർച്ച് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ ഇസ്, ഇറ്റ് ഷുഡ് ബി ഒറിജിനൽ. നമ്മുടെ ഫണ്ടമെന്റലി നമ്മുടെ റിസർച്ച് പ്രോബ്ലം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അത് യുണീക്ക് ആയിരിക്കണം. അതാണ് ഇറ്റ് ഷുഡ് ബി ഒറിജിനൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് ഫീസിബിൾ. ഇറ്റ് ഷുഡ് ബി ഫീസിബിൾ. ഫീസിബിൾ ഇൻ ദ സെൻസ് ഇറ്റ് ഷുഡ് ബി time feasible, it should be cost feasible. The research question or the research that we are planning to conduct should facilitate all the equipments and supplies that we have. Next, the research problem should be feasible in the sense of administrative support. നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് കൊണ്ടും പിയർ സപ്പോർട്ട് കൊണ്ടും നമ്മുടെ കയ്യിലുള്ള അവൈലബിലിറ്റി ഓഫ് സബ്ജക്റ്റ് കൊണ്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം ഈ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് എത്തിക്കൽ കൺസിഡറേഷൻസ് വളരെ കുറച്ച് മാത്രം അല്ലെങ്കിൽ ഒരു എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ് ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഒന്നായിരിക്കണം നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻ എടുക്കുകയാണ്, നൈജീരിയയിലുള്ള നഴ്സുമാരുടെ ഈ ഒരു പർട്ടിക്കുലർ നഴ്സിംഗ് പ്രൊഫഷനോടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് എത്തിക്കൽ കൺസിഡറേഷൻ വെച്ച് നമുക്കൊരു എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ് കിട്ടാൻ പാടാണ്. അതുകൂടാതെ തന്നെ നമുക്ക് അവിടെയുള്ള നഴ്സിംഗ് സബ്ജക്ട്സിനെ ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിന് കിട്ടാൻ പാടാണ്. അതുകൊണ്ടാണ് ഫീസിബിൾ ഇൻ ദീസ് ഓൾ സെൻസസ്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ മനസ്സിലാക്കുക. നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ച് ഫീസിബിൾ ആയിരിക്കണം. അടുത്തത്, ഇറ്റ് ഷുഡ് ബി സോൾവബിൾ. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത ഒന്ന് നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടുപിടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി കറന്റ്. ഇപ്പോഴത്തെ നഴ്സിംഗ് ട്രെൻഡുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. ഇപ്പൊ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണ്. നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ 2016 സ്കീമിനോടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ ഇപ്പൊ കണ്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ 2021 സ്കീമാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് ഷുഡ് ബി കറന്റ്. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളതായിരിക്കണം. സോ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ഗുഡ് റിസർച്ച് പ്രോബ്ലത്തിന് ഉണ്ടായിരിക്കേണ്ടത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോർമുലേഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം. ഈ ക്വസ്റ്റ്യൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് നമുക്ക് ഒരു റിസർച്ച് പ്രോബ്ലം സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു റിസർച്ച് ടോപ്പിക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റ് വൺ ഇസ്, നമുക്ക് താല്പര്യമുള്ള ഒരു റിസർച്ച് ടോപ്പിക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ തന്നെയാണ്. കണ്ടക്ടിങ് എ റിസർച്ച് ബേസ്ഡ് ഓൺ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ഹൈസ് ബേസ് ചെയ്തിട്ട് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ നമ്മുടെ ടോപ്പിക് അതാണ്, കണ്ടക്ടിങ് എ റിസർച്ച് ബേസ്ഡ് ഓൺ ഹൈ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂസ് എല്ലാം എടുത്ത് അതിനെ സംബന്ധിച്ച് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ഏതൊക്കെ സ്റ്റഡീസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്, നമുക്ക് ആവശ്യമുള്ള റിസർച്ച് ടോപ്പിക്കിലേക്ക് നമുക്ക് ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള എവിഡൻസുകൾ അല്ലെങ്കിൽ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് പ്രീവിയസ് സ്റ്റഡീസിൽ നമുക്ക് കിട്ടുന്നുണ്ടോ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. മൂന്നാമത്തേത് നമ്മുടെ ഡീലിമിറ്റിംഗ് ദ റിസർച്ച് ടോപ്പിക്കാണ്. നമുക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഹൈ എന്ന് പറയുന്ന ആ ഒരു വളരെ സ്പെസിഫിക് ടോപ്പിക്കിലാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് പക്ഷേ ഈ ഒരു സ്പെസിഫിക് ടോപ്പിക് ആണെങ്കിൽ തന്നെ ഈ ടോപ്പിക്ക് വളരെ വലുതാണ്. ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് നമുക്ക് വാപ്പ് ഉണ്ട്, ക്ലബ്സി ഉണ്ട്, കോട്ടി ഉണ്ട്, SSI ഉണ്ട്, അങ്ങനെ ഒരുപാട് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ നമ്മൾ ഏതെടുക്കുന്നു? ഇവിടെ നമ്മൾ എടുക്കുന്ന വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ അല്ലെങ്കിൽ വാപ്പ് ആണ് നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ വെന്റിലേറ്റർ, ഇപ്പോൾ പുതിയ ട്രെൻഡ് പ്രകാരം വെന്റിലേറ്റർ അസോസിയേറ്റഡ് ഈവൻസ് എന്ന് പറയും, VAE എന്ന് പറയും. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ ഇത് എവിടെ കണ്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊരു പർട്ടിക്കുലർ സെറ്റിങ്ങിലാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ എടുക്കുന്നത്, ഒന്നിൽ കൂടുതൽ, രണ്ടല്ല മൂന്ന്, ഒരു മൾട്ടി സെന്റർ സ്റ്റഡി ആയിട്ടാണ്, ഒരു സിംഗിൾ സെന്റർ സ്റ്റഡി ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ടോപ്പിക്കിനെ നമ്മൾ ഡീലിമിറ്റ് ചെയ്ത് ഏത് ഏരിയയിലുള്ള ഹോസ്പിറ്റലാണ് നമ്മൾ എടുക്കുന്നത്, സേ കോട്ടയം ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സേ കർണാടക, എവിടെയാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ റിസർച്ച് ക്വസ്റ്റിനെ നമ്മൾ ഫ്രെയിം ചെയ്ത് കൊണ്ടുവരികയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ്, നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തിന്റെ ഫീസിബിലിറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുവാണ്. ഇത് നമുക്ക് ഈ റിസർച്ച് പ്രോബ്ലം നമുക്ക് മെത്തഡോളജിക്കലി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ, അല്ലെങ്കിൽ അതിന്റെ എത്തിക്കൽ ഡയമെൻഷൻസ് എങ്ങനെയാണ്, ഒരു എത്തിക്കൽ ക്ലിയറൻസ് കിട്ടുന്നതാണോ, അതുപോലെ തന്നെ ഇത് നമുക്ക് നമ്മുടെ ഒരു സെറ്റിംഗിൽ ചെയ്യാൻ സാധിക്കുന്നതാണോ, നമുക്ക് ലൈവ് ആയിട്ട് ഒരു ഓൺഗോയിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ, അത് റെട്രോസ്പെക്റ്റീവ് ആയിട്ട് പ്രീവിയസ് ഫയൽസ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ ഇവാലുവേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്ന 4th സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഇനി 5th സ്റ്റെപ്പിലാണ് നമ്മുടെ ഫൈനൽ റിസർച്ച് പ്രോബ്ലത്തിലേക്ക് നമ്മൾ ഫോർമുലേഷൻ ചെയ്യുന്നത്. സോ ഫോർമുലേറ്റിംഗ് ദ ഫൈനൽ റിസർച്ച് ക്വസ്റ്റ്യൻ ഇസ് ദ 5th ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്. സോ അതിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ കൺസിഡറേഷൻസ് എല്ലാം എടുത്തിട്ട് ഞാനിപ്പോൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ റിസർച്ച് ക്വസ്റ്റ്യൻ ഇതാണ്. സോ ഐ എം കണ്ടക്ടിങ് എ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ഓൺ ദ ഇൻസിഡൻസ് ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ഈവൻറ്റ്സ് in medically ventilated patients admitted in the Government Medical College, Kottayam. So that is my research question. ഇതിലേക്ക് ഞാൻ എത്തുന്നതിന് എടുത്ത സ്റ്റെപ്സ് ആണ് ബാക്കി 4.
ഫോർമുലേഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു ഇൻഫർമേഷൻ ഒരു ഫ്ലോ ഡയഗ്രാം ആയിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒബ്ജക്റ്റീവ് ആണ്. റിസർച്ച് ഒബ്ജക്റ്റീവ്സിനെ പറ്റിയാണ്. റിസർച്ച് ഒബ്ജക്റ്റീവ്സിന് നമുക്ക് ഡെഫിനേഷൻ എഴുതാം. അതുകൂടാതെ തന്നെ റിസർച്ച് ഒബ്ജക്റ്റീവ് എഴുതുന്ന സമയത്ത് ഒരു റിസർച്ചർ പോയിന്റ് ഓഫ് വ്യൂവിൽ റിസർച്ച് ഒബ്ജക്റ്റീവ് ഷുഡ് ബി സ്മാർട്ട് എന്നാണ് പറയുന്നത്. SMART, സ്മാർട്ട്. S stands for specific, M stands for measurable, A stands for attainable, R stands for realistic and T stands for time bound. ഇതാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. ഈ പോയിന്റ് എഴുതി വേണം ഒരു റിസർച്ച് ഒബ്ജക്റ്റീവിനെ പറ്റി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ടൈപ്സ് ഓഫ് റിസർച്ച് ഒബ്ജക്റ്റീവും മെത്തേഡ്സ് ഓഫ് സ്റ്റേറ്റിംഗ് ഒബ്ജക്റ്റീവും എല്ലാം എഴുതി ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ ഒരു തവണ ഇതിനു മുന്നേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ, പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ടോപ്പിക്കാണ് റിസർച്ച് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ്. എന്താണ് ഹൈപ്പോത്തസിസ് എന്ന് മനസ്സിലാക്കണം. ഹൈപ്പോത്തസിസ് ഇസ് എ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് പ്രെഡിക്ട്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ഇൻ എ സ്റ്റഡി. ഒരു സ്റ്റഡിയിലുള്ള ഒന്നോ അല്ല രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹൈപ്പോത്തസിസ് പല ടൈപ്പ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസിൽ സിമ്പിൾ ഹൈപ്പോത്തസിസ് ഉണ്ട്, കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് ഉണ്ട്. സിമ്പിൾ ഹൈപ്പോത്തസിസിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആണ്. അത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ആണ് അവിടെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ 2 വേരിയബിൾസ് ആണുള്ളത്. നമുക്ക് ESR കൂടിക്കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത് ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇൻക്രീസ് ഇൻ ESR ഡെമോൺസ്ട്രേറ്റ്സ് ഇൻഫെക്ഷൻ. അതാണ് ഒരു സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി കോംപ്ലക്സ് ഹൈപ്പോത്തസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 2ൽ കൂടുതൽ വേരിയബിൾസ് ആണ് ഉണ്ടായിരിക്കുക. ഈവനിങ് എക്സസൈസ് ഇസ് മോർ എമംഗ് people who are residing in urban areas and are older than younger adults residing in rural area. അതായത് അർബൻ ഏരിയാസിൽ താമസിക്കുന്ന പ്രായം കൂടിയ ആളുകളാണ് കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്നത് when compared with younger adults residing in rural area. ഇവിടെ നമുക്ക് 2 വേരിയബിൾസ് ആണുള്ളത്. ഒന്ന് പ്ലേസ് ഓഫ് റെസിഡൻസ്, അത് അർബൻ ഓർ റൂറൽ. അതുപോലെ തന്നെ ഏജ്, യങ് ഓർ ഓൾഡർ അഡൽട്സ്. അതുകൊണ്ട് തന്നെ ഇവിടെ 2 വേരിയബിൾസ് തമ്മിലുള്ള കമ്പാരിസൺ ആണ് കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ഒരു ഹൈപ്പോത്തസിസ് ആണ് അസോസിയേറ്റീവ് ഹൈപ്പോത്തസിസ് ആൻഡ് കാഷ്വൽ ഹൈപ്പോത്തസിസ്. അസോസിയേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷൻ ആണ്. ലോവർ ദ ബ്ലഡ് ഷുഗർ, ലോവർ ദ റിസ്ക് ഫോർ ഇൻഫെക്ഷൻസ് ഇൻ അഡൽട്സ്. അപ്പോൾ ബ്ലഡ് ഷുഗറും ഇൻഫെക്ഷൻസും തമ്മിൽ ഉള്ള ഒരു അസോസിയേറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. ഇനി അടുത്തത് കാഷ്വൽ ഹൈപ്പോത്തസിസിൽ പ്രധാനമായിട്ടും ഒരു കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ആ കോസ്റ്റ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ പറയുന്നത്. ടേക്കിംഗ് ദ എക്സാമ്പിൾ ഫ്രം യുവർ ഓൺ ടെക്സ്റ്റ് ബുക്ക്, prevalence of pin site infection is lower in patients who receive a pin site care with hydrogen peroxide when compared with patients who receive a pin site care with povidone. അതായത് പിൻ സൈറ്റ് കെയർ ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ച് കിട്ടിയ പേഷ്യൻസിനാണ് പൊവിഡോൺ ഐഡിൻ വെച്ച് കെയർ കിട്ടിയ പേഷ്യൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പിൻസൈറ്റ് ഇൻഫെക്ഷൻസ് കുറവ്. അവിടെ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ട്. അതുകൂടാതെ തന്നെ അവിടെ പിൻസൈറ്റ് കെയർ എന്ന് പറയുന്ന ഒരു വേരിയബിളും ഉണ്ട്. അവിടെ ഡിപെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ഈ വേരിയബിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹൈപ്പോത്തസിസ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ് ഡയറക്ഷണൽ ആൻഡ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്. ഈ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് എ ഡയറക്റ്റ് ഡയറക്ഷൻ. അതായത് ടേക്കിംഗ് ദ എക്സാമ്പിൾ, നേഴ്സിംഗ് എക്സ്പീരിയൻസും ജോബ് സാറ്റിസ്ഫാക്ഷനും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട്. ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് സ്റ്റാൻഡ്സ് ബിറ്റ്വീൻ ദ ഇയർ ഓഫ് നഴ്സിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതായത് അവിടെ പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു ഡയറക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞൊരു ഡയറക്ഷൻ ഉണ്ട്. ദർ ഇസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ്പീരിയൻസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അവിടെ ഒരു ഡയറക്ഷനിലേക്കാണ് അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് ഉണ്ട്. നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is a relationship between year of experience and job satisfaction. അവിടെ നമ്മൾ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ നമ്മൾ പറയുന്നില്ല, പകരം ഇയർ ഓഫ് എക്സ്പീരിയൻസും സാറ്റിസ്ഫാക്ഷനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നൾ ഹൈപ്പോത്തസിസും റിസർച്ച് ഹൈപ്പോത്തസിസും. നൾ ഹൈപ്പോത്തസിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയും. ആ നൾ ഹൈപ്പോത്തസിസിലെ നൾ എന്ന് പറയുന്നത് പോലെ തന്നെ നൾ മീൻസ് നോ. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നൾ ഹൈപ്പോത്തസിസ് പറയുന്നത് ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ. അതായത് സ്മോക്കിംഗ്
ആൻഡ് കൊറോണറി ആർട്ടറി ഡിസീസ്. ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്മോക്കിംഗ് ആൻഡ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്നുള്ളതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. ഇതിനെ നമ്മൾ റിസർച്ച് ഹൈപ്പോത്തസിസിലേക്ക് വരുമ്പോഴേക്കും ദർ എക്സിസ്റ്റ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്മോക്കിംഗ് ആൻഡ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നതാണ് നമ്മുടെ റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അടുത്തൊരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്, പ്രോബബിൾ മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വേരിയബിൾസ്. വേരിയബിൾസ് എന്താണെന്ന് മനസ്സിലാക്കണം. വേരിയബിൾസ് ആർ എനിത്തിങ് ദാറ്റ് ഹാസ് എ ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി ദാറ്റ് വേരീസ്. അതായത് വേരി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയോ ക്വാളിറ്റിയോ ഉള്ള ഒന്നിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസ് പ്രധാനമായിട്ട് 5 ടൈപ്പാണുള്ളത്. ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, റിസർച്ച് വേരിയബിൾ ഉണ്ട്, ഡെമോഗ്രാഫിക് വേരിയബിൾസ് ഉണ്ട്, എക്സ്ട്രേനിയസ് വേരിയബിൾസ് ഉണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, ടൈപ്സ് അറിഞ്ഞിരിക്കണം. എഴുതാനായിട്ട് കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് പഠിക്കണം. അടുത്ത ടോപ്പിക്കാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന് അണ്ടറിൽ വരുന്ന എല്ലാ ഹെഡിങ്സും തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഹെഡിങ്സ് ഓരോന്നും നമുക്ക് കണ്ടുപോകാം. ഫസ്റ്റ് ലിറ്ററേച്ചർ റിവ്യൂ എന്താണെന്നുള്ളതാണ്. ലിറ്ററേച്ചർ റിവ്യൂ സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ റിസർച്ച് പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. കാരണം ഇതിൽ നിന്നാണ് നമ്മളിപ്പോൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റിസർച്ച് ഹൈപ്പോത്തസിസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിനും അതിനെപ്പറ്റി പ്രീവിയസ് ആയിട്ട് കണ്ടക്ട് ചെയ്തിരിക്കുന്ന സ്റ്റഡീസിൽ എന്താണ് പറയുന്നതെന്നും അതിന് കൺഫൗണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസ് അല്ലെങ്കിൽ അതിൽ ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏകദേശം 10ഓളം പോയിന്റ്സ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം തുടങ്ങി ഒരുപാട് ഇമ്പോർട്ടൻസ് ഈ ഒരു ലിറ്ററേച്ചർ റിവ്യൂവിനുണ്ട്. നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ സ്റ്റഡിയിൽ ഉണ്ടാകുന്ന ഗ്യാപ്പുകൾ മനസ്സിലാക്കാനായിട്ടും നമുക്ക് കൃത്യമായിട്ടുള്ള റിസർച്ച് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുന്നതിനും എന്തൊക്കെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിലവിൽ പബ്ലിഷ്ഡ് ലിറ്ററേച്ചേഴ്സിൽ അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കുന്നതിനും ഈ ഒരു ഡിസൈൻസിന്റെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്ട്രെങ്തും വീക്ക്നെസ്സും എന്തൊക്കെയാണെന്ന് അറിയുന്നതിനും നമ്മുടെ ഈ ഒരു തിയററ്റിക്കൽ കോൺസെപ്ച്വൽ ഫ്രെയിം വർക്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിനുമൊക്കെ നമുക്ക് ഈ ഒരു ലിറ്ററേച്ചർ റിവ്യൂ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്ന ഹെഡിങ്സിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് പർപ്പസ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ. പർപ്പസിലേക്ക് കടന്നു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു റിസർച്ച് പ്രോബ്ലം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ഓരോ സ്റ്റഡി സൈറ്റും സ്റ്റഡി സബ്ജക്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയും അതുകൂടാതെ തന്നെ നമുക്ക് പ്രീവിയസ് സ്റ്റഡീസിൽ നിന്ന് എന്തൊക്കെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഇതിൽ വരാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഫർദർ റിസർച്ചിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നതിനും ഇനി എന്തൊക്കെ ഏരിയാസ് ആണ് നിലവിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഈ പർപ്പസുകൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂയിലേക്ക് പോകാം. ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂവിൽ പ്രധാനമായിട്ടും ഫസ്റ്റ് ട്രഡീഷണൽ ഓർ നെറേറ്റീവ് ലിറ്ററേച്ചർ റിവ്യൂ ആണുള്ളത്. നോർമലി നമ്മളൊരു ലിറ്ററേച്ചർ വായിക്കുന്നു, ആ വായിച്ചതിൽ നിന്ന് അതിൻ്റെ കൺക്ലൂഷൻസ് എടുത്തെഴുതുന്നതിനെയാണ് നമ്മൾ ട്രഡീഷണൽ ഓർ നെറേറ്റീവ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. അടുത്ത സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ ആണ്. സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഒരു റിസർച്ച് ക്വസ്റ്റിൻ്റെ ബേസ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ലിറ്ററേച്ചേഴ്സിനെ നമ്മൾ സ്ക്രീൻ ഡൗൺ ചെയ്യുന്നു. ആ റിസർച്ച് ക്വസ്റ്റിൻ്റെ ബേസിസിൽ നമ്മൾ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത് അതിനെ സ്ക്രീൻ ഡൗൺ ചെയ്ത് അവസാനം നമുക്ക് ആദ്യം ഒരു 1,00,000 ലിറ്ററേച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവസാനം നമുക്ക് ആവശ്യമുള്ള 10-20 ലിറ്ററേച്ചറിലേക്ക് എത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് റിസർച്ച് പ്രോസസ്സിനെയാണ് സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. അടുത്താണ് മെറ്റാ അനാലിസിസ്. മെറ്റാ അനാലിസിസ് സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെറ്റാ അനാലിസിസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് റിസർച്ച് ക്വസ്റ്റൻ ഉണ്ട്, അതിലേക്ക് നമ്മൾ സ്ക്രീൻ ഡൗൺ ചെയ്ത് ഇത്ര ലിറ്ററേച്ചേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു. ആ ഇത്ര ലിറ്ററേച്ചേഴ്സ് സെയിം അവിടെ ഒരു റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലാണ് നടന്നത്, RCT ആണ് നടക്കുന്നത്. ആ ഒരു RCTയിൽ നമുക്ക് ഇത്ര ഫൈൻഡിങ്സ് ഈ പല റിസർച്ചുകളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പല റിസർച്ചുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഫൈൻഡിങ്സിനെ എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള റിസർച്ച് ഒരു ക്വസ്റ്റിന് വേണ്ട രീതിയിൽ നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്ന മെത്തഡോളജിയാണ് നമ്മൾ മെറ്റാ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ലിറ്ററേച്ചർ റിവ്യൂയിലൂടെ കിട്ടുന്ന ആ ഒരു ആൻസേഴ്സിൽ വീണ്ടും സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ മെറ്റാ അനാലിസിസിൽ ചെയ്യുന്നത്. ഇനി അടുത്ത മെറ്റാ സിന്തസിസ് ആണ്. മെറ്റാ സിന്തസിസ് എന്ന് പറഞ്ഞാൽ അത് മെറ്റാ അനാലിസിസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ്. പക്ഷേ മെറ്റാ സിന്തസിസ് എന്ന് പറയുന്നത് ഒരു നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. ഈ നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കൺക്ലൂഷൻസിലേക്ക് എത്തുന്ന ഒരു മെത്തേഡിനെയാണ് മെറ്റാ സിന്തസിസ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് സോഴ്സ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ ആണ്. സോഴ്സ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂവിൽ നമ്മൾ കാണുന്നത് പ്രൈമറി സോഴ്സസും ഉണ്ട്, സെക്കൻഡറി സോഴ്സസും ഉണ്ട്. ഒരു പെർട്ടിക്കുലർ റിസർച്ച്, അതായത് ആ ഒരു പ്രൈമറി റിസർച്ച് ആയിട്ട് ഒരു ഗ്രൂപ്പിൽ നടത്തുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റഡി സബ്ജക്റ്റിൽ നടത്തുന്ന റിസർച്ച്, ആ റിസർച്ചിനെ പറ്റിയുള്ള ഡേറ്റ, ആ റിസർച്ചിനെ പറ്റിയുള്ള ലിറ്ററേച്ചർ, അതിനെയാണ് നമ്മൾ പ്രൈമറി ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി ലിറ്ററേച്ചറിലേക്ക് വരുമ്പോഴേക്കും സെക്കൻഡറി ലിറ്ററേച്ചറിൽ പല വ്യക്തികൾ കണ്ടക്ട് ചെയ്തിരിക്കുന്ന
പല സ്ഥലങ്ങളിൽ നടത്തിയിരിക്കുന്ന റിസർച്ചുകളെ പറ്റി മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരാൾ അതിനെപ്പറ്റി കമന്റ്സ് ആയിട്ടോ ലിറ്ററേച്ചേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ മെറ്റാ അനാലിസിസ് ആയിട്ടോ സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ ആയിട്ടോ ഒക്കെ നടത്തുന്ന സെക്കൻഡറി സ്റ്റഡീസിനെയാണ് നമ്മൾ സെക്കൻഡറി ലിറ്ററേച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ സോഴ്സസിൽ തന്നെ പ്രധാനമായിട്ടും പറയുന്ന അടുത്ത ഒരു കാര്യമാണ് നമ്മുടെ ഡേറ്റാ ബേസസ് എന്ന് പറയുന്നത്. ഈ ഡേറ്റാ ബേസസ് ഇൻഡെക്സേഷൻ ഡേറ്റാ ബേസസ് ആണ്. ഇൻഡെക്സേഷൻ ഡേറ്റാ ബേസിൽ സിനാൽ ഉണ്ട്, ക്യുമുലേറ്റീവ് ഇൻഡെക്സ് ടു നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡ്ലൈൻ ഉണ്ട്. മെഡ്ലൈൻ മെഡിക്കൽ ലിറ്ററേച്ചർ അനാലിസിസ് ആൻഡ് റിട്രൈവൽ സിസ്റ്റം ഓൺലൈൻ എന്നാണ് ആ ഒരു ഡേറ്റാ ബേസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ പബ്മെഡ് ഉണ്ട്. നമ്മളൊക്കെ റിസർച്ചിനൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണുന്നതാണ് പബ്മെഡ് ഡേറ്റാ ബേസസ്, പബ്മെഡ് ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള റിസർച്ച് സ്റ്റഡീസ്. അതുകൂടാതെ തന്നെ BNI ബ്രിട്ടീഷ് നഴ്സിംഗ് ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ്, അങ്ങനെ രജിസ്ട്രി ഓഫ് നഴ്സിംഗ് റിസർച്ച്, അങ്ങനെ ഒരുപാട് ഡേറ്റാ ബേസസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഡേറ്റാ ബേസസിനെ പറ്റി നിങ്ങളൊന്ന് വായിക്കണം. ഒരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എഴുതാൻ ഒരു പാകത്തിന് പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരിക്കണം. ഇതിലെ അടുത്ത ടോപ്പിക്കാണ് സ്റ്റെപ്സ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ. ഒരു ലിറ്ററേച്ചർ റിവ്യൂ നമ്മൾ നടത്തുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിസർച്ച് പ്രോബ്ലത്തിന്റെ കോൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കുക, അതിനാവശ്യമായിട്ടുള്ള കീ ടേംസ് ഡിഫൈൻ ചെയ്യുക. നമ്മൾ റിസർച്ച് നമ്മൾ കീവേഡ്സ് എന്ന് പറഞ്ഞ ഒരു അബ്സ്ട്രാക്റ്റിന്റെ അണ്ടറിൽ എപ്പോഴും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഒരു റിസർച്ച് നടത്തുന്ന സമയത്ത് നമ്മൾ സെർച്ച് ടേംസ് ആയിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ റിവ്യൂ നടത്തുന്ന സമയത്ത് മറ്റ് ലിറ്ററേച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മളുമായിട്ട് സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ള ലിറ്ററേച്ചേഴ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ടേംസ് ആണ് യൂസ് ചെയ്യുന്നത്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിലവൻ്റ് ആയിട്ടുള്ള സോഴ്സസ് കണ്ടുപിടിക്കുക. നമ്മൾ ഏതൊക്കെ സോഴ്സുകളിൽ നിന്നാണ് നമ്മുടെ ലിറ്ററേച്ചേഴ്സ് എടുക്കുന്നത്. ഇപ്പോൾ എൽസീവിയറിന്റെ ഇൻഡെക്സ് ആണ് സ്കോപ്പസ് എന്ന് പറയുന്നത്. സ്കോപ്പസ് ഇൻഡെക്സ് ഡേറ്റാബേസ് ആണ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ പബ്മെഡ് ഇൻഡെക്സ് ഡേറ്റാബേസ് ആണ്, അല്ലെങ്കിൽ സിനാലാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ഡേറ്റാബേസിൽ നിന്നാണ് നമ്മുടെ ലിറ്ററേച്ചേഴ്സ് എടുക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ് സോഴ്സസ് ഐഡന്റിഫൈ ചെയ്യുക. തേർഡ് സ്റ്റെപ്പാണ് ലിറ്ററേച്ചേഴ്സ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന നമ്മൾ ഈ പറയുന്ന സോഴ്സസിൽ ഈ പറയുന്ന കീവേഡുകൾ വെച്ച് നമുക്ക് ആവശ്യമുള്ള ലിറ്ററേച്ചേഴ്സ് നാരോ ഡൗൺ ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്ന പ്രോസസ്സാണ് ലിറ്ററേച്ചർ സെർച്ച് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് ആണ് അനലൈസിങ് ആൻഡ് സിന്തസൈസിങ് ദ ലിറ്ററേച്ചർ. നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഈ ലിറ്ററേച്ചേഴ്സ് വായിച്ച് അതിൽ നിന്ന് കളക്ട് ചെയ്യുക. ഫിഫ്ത്ത് വണ്ണാണ് നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ലിറ്ററേച്ചേഴ്സ് വെച്ച് ഒരു ലിറ്ററേച്ചർ റിവ്യൂ കണ്ടക്ട് ചെയ്യുക. ആ ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ ഒരു അബ്സ്ട്രാക്ട് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സമ്മറി എഴുതി ഉണ്ടാക്കുക. ഈ സമ്മറി എഴുതി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, ഒരു ബോഡി പാർട്ട് ഉണ്ടായിരിക്കണം. ആ ബോഡി പാർട്ടിൽ തന്നെ ഈ പറയുന്നത് പോലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്, അതിൻ്റെ ബെനഫിറ്റ്സ്, അതിൻ്റെ മെത്തഡോളജി എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഓരോ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ബോഡി പ്രിപ്പയർ ചെയ്യണം. അതുകൂടാതെ തന്നെ കൺക്ലൂഷനായിട്ട് ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന നമ്മുടെ ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടായിരുന്നു. ആ ഹൈപ്പോത്തസിസിൻ്റെ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്, അത് പോസിറ്റീവ് ആണോ, നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ സെർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ട ഡയറക്ഷൻസ് എന്തെങ്കിലും നമുക്ക് കിട്ടിയോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു കൺക്ലൂഷൻ നമ്മൾ ഉണ്ടാക്കണം. അതുകൂടാതെ ഏറ്റവും അവസാനമായിട്ട് അല്ലെങ്കിൽ ആറാമതായിട്ട് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് പ്രോസസ്സിങ്ങിന് വേണ്ട റെഫറൻസിങ് നടത്തുക. നമ്മുടെ ഈ കംപ്ലീറ്റ് റിസർച്ചിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും ബോഡി പ്രിപ്പയർ ചെയ്യുമ്പോഴും കൺക്ലൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഓരോ സെൻറ്റൻസുകൾ അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെ ലിറ്ററേച്ചേഴ്സിൽ നിന്നാണ് നമ്മൾ പിക്കപ്പ് ചെയ്തത്, അത് നമ്മൾ 1, 2, 3, 4 ഹെഡർ കൊടുത്ത് നമ്മൾ റെഫറൻസ് ചെയ്യുക. റെഫറൻസ് ചെയ്യുന്നാൽ മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫിയാണ് ഈ ഒരു ടോപ്പിക്കിലെ നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട ഹെഡിങ് എന്ന് പറയുന്നത്. അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഈ ലിറ്ററേച്ചർ നമ്മൾ കളക്ട് ചെയ്ത സോഴ്സസ് ഉണ്ടല്ലോ, ആ സോഴ്സസ് നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് അക്കൗണ്ടിനെയാണ് നമ്മൾ അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. ഈ അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫിയിൽ പ്രധാനമായിട്ടും 2 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് സൈറ്റേഷൻ, 2 അനോട്ടേഷൻ. സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ ആ ഒരു ലിറ്ററേച്ചർ സെലക്ട് ചെയ്തത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ, ഓതറിന്റെ പേര് വെച്ച് ഏത് വർഷമാണ് ഇത് പബ്ലിഷ് ആയത്, അത് എത്രാമത്തെ വോള്യത്തിലാണ്, എത്രാമത്തെ പേജ് നമ്പർ മുതലാണ്, ഇനി അതിന്റെ മെയിൻ ഹെഡിങ് എന്തൊക്കെയാണ്. ഇത് നമ്മൾ പ്രധാനമായിട്ട് പ്രസന്റ് ചെയ്യുന്നത് പല ഫോർമാറ്റ്സ് ഉണ്ട്. വാൻകോവർ സ്റ്റൈൽ യൂസ് ചെയ്യാം, APA സ്റ്റൈൽ യൂസ് ചെയ്യാം, MLA സ്റ്റൈൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷിക്കാഗോ സ്റ്റൈൽ യൂസ് ചെയ്യാം. അങ്ങനെ പല സ്റ്റൈൽസ് നമുക്കിത് യൂസ് ചെയ്യാം. അത് കൂടാതെ ഇനി സെക്കൻഡ് കമ്പോണന്റ് ആണ് അനോട്ടേഷൻ എന്ന് പറയുന്നത്. അനോട്ടേഷൻ പ്രധാനമായിട്ടും 4 മുതൽ 5 അല്ല 6 സെന്റൻസ് ആണ്. ഈ 6-5 സെന്റൻസിൽ ഇത് പ്രധാനമായിട്ട് വരുന്ന സെന്റൻസസ് അല്ലെങ്കിൽ കണ്ടന്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഷോർട്ട് ഡൗൺ ചെയ്തൊരു അബ്സ്ട്രാക്ട് ഫോമിൽ ആക്കുന്നതിനാണ് അനോട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ സൈറ്റേഷനെ പറ്റി പറയുന്ന സമയത്ത് ഈ നമ്മൾ പ്രധാനമായിട്ടും കേസ് സ്റ്റഡിയും ഈ പറഞ്ഞ പോലെ കെയർ പ്ലാനും ഒക്കെ എഴുതുന്ന സമയത്ത് ഏറ്റവും അവസാനം ബിബ്ലിയോഗ്രഫി എഴുതുമല്ലോ, ആ എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് വാൻകൂവർ സ്റ്റൈലാണ്. ഇതോടുകൂടി നമ്മുടെ നഴ്സിംഗ് റിസർച്ചിന്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി പാർട്ട് 2 വീഡിയോയിൽ ബാക്കി വരുന്ന സെക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പാർട്ട്
2 വീഡിയോ അധികം താമസിക്കാതെ തന്നെ ഇന്ന് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് സോ പ്ലീസ് വെയിറ്റ്, സ്റ്റഡി ആൻഡ് ലേൺ വിത്ത് റൈസ് ടു RN. ബൈ.